വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. അതായത് കോപ്പറേറ്റീവ് ലോ അമെൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുക, ഉത്തരം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക, അല്ലെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കുമ്പോൾ ക്ലാസ് കണ്ടു, അമെൻമെൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ ഫുള്ള് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് കാണുക കേട്ടോ. ഇപ്പോൾ എക്സാമിൻ്റെ ദിവസം അടുത്തു, എക്സാമിന് കാണാൻ പറ്റുന്നില്ല എന്ന് ടെൻഷൻ വേണ്ട. അത് കഴിഞ്ഞ് നിങ്ങളത് വ്യക്തമായിട്ട് നന്നായി മനസ്സിലാക്കി പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഹൂ സർട്ടിഫൈസ് ദ ഡിസേബിലിറ്റി ഓഫ് എ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺ ഫോർ അപ്പോയിൻമെൻറ്റ് അണ്ടർ ദ റിസർവേഷൻ കോട്ട. അതായത് നമ്മൾ അമെൻമെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അതിൻ്റെ പുറത്തേക്ക് കടന്നിട്ടില്ല. അപ്പോൾ അമെൻമെൻറ്റിലുള്ള ഫാക്റ്റുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരാണ് ഈ ഡിസേബിലിറ്റി സർട്ടിഫൈ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് അപ്പോയിൻമെൻറ്റ് ചെയ്യുമ്പം ആരാണ് അവരുടെ ഡിസേബിലിറ്റി തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ ഡിസേബിലിറ്റി സർട്ടിഫൈ ചെയ്യേണ്ടത്, അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരാണ്? എ പ്രൈവറ്റ് ഡോക്ടറാണോ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ സൊസൈറ്റി ആണോ, മെഡിക്കൽ ബോർഡാണോ, അതോ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണോ? ആരാണ് തീരുമാനിക്കേണ്ടത്? അപ്പോൾ നമുക്ക് ഉത്തരം നോക്കാം. ആരാ തീരുമാനിക്കേണ്ടത്? മെഡിക്കൽ ബോർഡാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. ഓപ്ഷൻ സി ആണ്, ദ മെഡിക്കൽ ബോർഡാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. ഓക്കെ, ദ മെഡിക്കൽ ബോർഡാണ് ഇതിൻ്റെ എന്താണ് അതിൻ്റെ ഡിസബിലിറ്റി തീരുമാനിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത്, വാട്ട് ഡിറ്റർമിൻസ് ദ ക്വാളിഫിക്കേഷൻസ് ഫോർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി. അതായത് അപ്പെക്സ് സൊസൈറ്റികളിലെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻസ് ആരാണ് തീരുമാനമെടുക്കുന്നത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ തീരുമാനിക്കുന്നത്, അതോ ഗവൺമെൻറ് ആണോ തീരുമാനിക്കുന്നത്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ തീരുമാനിക്കുന്നത്, അതോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആണോ തീരുമാനിക്കുന്നത്? അതായത് അപ്പെക്സ് സൊസൈറ്റികളിലെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നിയമനം, അതിന് ക്വാളിഫിക്കേഷൻസ് ആരാണ് തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം കേട്ടോ. ആരാണ് തീരുമാനിക്കുന്നത്? അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഷെഡ്യൂൾ 1 എല്ലാ തരത്തിലുള്ള ഇതും ലിസ്റ്റ് ഇട്ടിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് കേരള PSC വഴിയാണ് അല്ലേ. അപ്പോൾ അതിൽ സെക്രട്ടറി ഉൾപ്പെടുന്നില്ല. അതായത് സെക്രട്ടറി മീൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സെക്രട്ടറി എന്നല്ല കേട്ടോ അവിടെ പറയണത്. അവിടെ പറയണത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് പറയണത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിനെ ഒഴിവാക്കി ബാക്കിയുള്ളവരെയാണ് പറയുന്നത്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ പറഞ്ഞ പോലെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ക്വാളിഫിക്കേഷൻസ് തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെൻറ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം വന്നത്, ഇൻ എ സൊസൈറ്റി വിത്ത് ബിറ്റ്വീൻ 10 and 25 എംപ്ലോയീസ്, ആ ഒരു നിയമന നിലയുള്ളത് 10 മിനിമം 10 അതായത് 10 പിന്നെ 25. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയി ദാറ്റ് മസ്റ്റ് ബി റിസർവ്ഡ്? അപ്പോൾ അങ്ങനെ 10ഉം 25ഉം എംപ്ലോയീസ് ഉള്ളവർ എത്ര നമ്പർ ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ് എംപ്ലോയീസ് റിസർവ് ചെയ്യണം എന്ന നിബന്ധനയുണ്ടല്ലോ. അപ്പോൾ ആ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത്. 1 ആണോ, 2 ആണോ, 3 ആണോ, അതോ അങ്ങനെ സ്പെസിഫിക് നമ്പർ ഇല്ലേ? നോ സ്പെസിഫിക് നമ്പർ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 1 ആണ് അല്ലേ. ഒരാളെയാണ് നിയമിക്കേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് 10ഉം അതുപോലെ 33 ആയിരുന്നു, പിന്നെ മാറ്റിയിട്ടാണ് അപ്പോൾ 10ഉം 25ഉം ആയിട്ടുള്ളത് കേട്ടോ, ആ ഒരു കേഡർ വെച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ സെക്ഷൻ 80 സബ്സെക്ഷൻ 5 ദ റിസർവേഷൻ ഫോർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് അപ്ലൈസ് ടു വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ പോസ്റ്റ് ഇൻ എ സൊസൈറ്റി? എത്ര പെർസെൻറ്റേജാണ് പറഞ്ഞിട്ടുള്ളത്? ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് എത്ര പെർസെൻറ്റേജാണ് റിസർവ് ചെയ്തിട്ടുള്ളത്?
പെർസെൻറ്റേജിൽ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ, പണ്ടത്തെ പെർസെൻറ്റേജ് അല്ല. അണ്ടർ സെക്ഷൻ 85 പ്രകാരം എത്ര പെർസെൻറ്റേജ് അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിട്ടുണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് വേണ്ടിയിട്ട്? ഏതാ ഉത്തരമായിട്ട് വരിക? 4% ആണ് കേട്ടോ. 4% അവർക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഹാപ്പൻസ് if a society does not follow the rules of appointment as per section 80 subsection 3a? എന്താ സംഭവിക്കുക? The appointment stands automatically cancelled. The government takes direct control over the society. The appointment remains valid if approved by the board. The society pays a fine and continues the appointment. അതിലേതാണ്? അതായത് എന്ത് സംഭവിക്കും ഈ ഒരു റൂൾസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഫോളോ ചെയ്തില്ലെങ്കിൽ? സെക്ഷൻ 83A പറയുന്ന പോലെയൊന്നും സൊസൈറ്റി ഫോളോ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അപ്പോയിൻമെൻറ്റിന് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ സംഭവിക്കുക അപ്പോയിൻമെൻറ്റിന്? ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. അത് അപ്പോയിൻമെൻറ്റ് സ്റ്റാൻഡ്സ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ് ആവും, അതിന് സാധുത ഇല്ലാതാവും എന്നാണ് പറയുന്നത് നിയമത്തിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് അക്കോർഡിംഗ് ടു, ഇവിടെ ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പറയണത് അക്കോർഡിംഗ് ടു ദ അമെൻമെൻറ്റ് ഓഫ് സെക്ഷൻ 80A ടു ഹൂം ഈസ് ദ പെൻഷൻ സ്കീം അപ്ലിക്കബിൾ? അതായത് 80A പറഞ്ഞിട്ടുള്ള പ്രകാരം പെൻഷൻ സ്കീം അപ്ലിക്കബിൾ ആയത് ആർക്കാണ്? അപ്പം ഒരുപാട് സംഭവങ്ങൾക്ക് 80A പറയുന്നുണ്ട്. നമ്മളിവിടെ ആഡ് ചെയ്ത സംഘത്തിനെ മാത്രമാണ് നമ്മൾ മനസ്സിൽ തൽക്കാലം. മൊത്തം പറയുകയാണെങ്കിൽ എല്ലാവരെയും പറയണം. കാരണം ഇതുണ്ട്, സൊസൈറ്റീസ് ഉണ്ട്, ബോർഡുകളുണ്ട്. പിന്നെ അതിൽ ആരെ കൂടുതൽ ഉൾക്കൊള്ളിച്ചു? സൊസൈറ്റീസ് എംപ്ലോയീസ്, സൊസൈറ്റിയിലുള്ള സഹകരണ സംഘത്തിലെ എംപ്ലോയീസ് വരുന്നുണ്ട്, ബോർഡിലെ എംപ്ലോയീസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എക്സ്ട്രാ കൂട്ടിച്ചേർത്ത ഒരു വിഭാഗമുണ്ട്, അതാണ് പറഞ്ഞത്. അത് എക്സ്ട്രാ ആരെയാണ് കൂട്ടിച്ചേർത്തത്? എംപ്ലോയീസ് ഓഫ് ഓൾ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണോ? എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് ഇൻ ദ സ്റ്റേറ്റ് ആണോ? ഓൺലി ഗവൺമെൻറ് എംപ്ലോയീസ് ആണോ? എംപ്ലോയീസ് ഓഫ് നോൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണോ? ആരെയാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തത്? അപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുള്ളത് എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് ഇൻ ദ സ്റ്റേറ്റ് ആണ് അല്ലേ. അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം. എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് ആണ് ഇപ്പോൾ പുതുതായിട്ട് ആ പെൻഷൻ സ്കീമിലേക്ക് ഉൾപ്പെടുത്തിയ ടീം. അപ്പോൾ അവരെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ദ കോപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ സെക്ഷൻ 80B? എന്താണ് അവരുടെ പ്രൈമറി ഫങ്ഷൻ? വായിച്ചു നോക്കൂ. എന്താ പ്രൈമറി ഫങ്ഷൻ പറയുന്നത്? ടു കണ്ടക്ട് ഇൻ്റർവ്യൂസ് ഫോർ സീനിയർ ലെവൽ പൊസിഷൻസ്. പിന്നെ ടു റെഗുലേറ്റ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ടു കണ്ടക്ട് റിട്ടൺ എക്സാമിനേഷൻ ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു പോസ്റ്റ് ഓഫ് ആൻഡ് എബവ് ദ കാറ്റഗറി ഓഫ് ജൂനിയർ ക്ലർക്ക്. പിന്നെ ടു മോണിറ്റർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് റിട്ടൺ എക്സാമിനേഷൻ, അതായത് ജൂനിയർ ക്ലർക്കോ അതിൻ്റെ മുകളിലേക്കുള്ള തസ്തികകൾക്കുള്ള എക്സാമിനേഷൻ നടത്തുന്നതാണല്ലോ അവരുടെ പണി അല്ലേ. അതല്ലേ ഉത്തരമായി വരിക. ഓക്കെ, അപ്പോൾ ഏതാ ഉത്തരമായിട്ട് വരിക? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഹാസ് ദ അതോറിറ്റി ടു അപ്പോയിൻറ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ. ചീഫ് എക്സിക്യൂട്ടീവിനെ ആരാണ് തീരുമാനിക്കുക? അതായത് അവിടെ നമ്മൾ പറഞ്ഞതാണ് ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CEO. അത് ആരാണ് തീരുമാനിക്കുക? നമ്മൾ പറഞ്ഞാണ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് കേട്ടോ. അത് ഗവൺമെൻറ്റാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ് ടു ബി റെഗുലറൈസ്ഡ് അണ്ടർ സെക്ഷൻ 80? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്, അത് നോക്കി വയ്ക്കണം കേട്ടോ. അണ്ടർ സെക്ഷൻ 80 വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ആൻ അപ്പോയിൻമെൻറ്റ് ടു ബി റെഗുലറൈസ്ഡ്? അതായത് സെക്ഷൻ 80 പ്രകാരം അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ആവാൻ സ്ഥിരപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നതെന്ന്. അപ്പോൾ എന്തൊക്കെയാണ് പറയണത്? അപ്രൂവൽ ഫ്രം ദ സൊസൈറ്റീസ് പ്രസിഡൻറ്റ്, അങ്ങനെയുണ്ടോ? സൊസൈറ്റിയുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ വാങ്ങണോ? കംപ്ലീഷൻ ഓഫ് എ പ്രൊബേഷൻ പീരിയഡ്. പിന്നെ വെരിഫിക്കേഷൻ പ്രൊബേഷൻ പീരിയഡ് ശരിയാണ്, കംപ്ലീറ്റ് ചെയ്യണം, അത് ശരി തന്നെയാണ്.
പിന്നെ അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം അത് ഓൾറെഡി ഉള്ളതാണ്, അത് അമെൻഡ് ചെയ്തതല്ല, അത് ആദ്യമേ ഉള്ളതാണ്. അമെൻഡ് ചെയ്തൊരു ഭാഗമാണ് നമ്മൾ ചോദിക്കുന്നത്, അതിന് ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. റെക്കമെൻഡേഷൻസ് ബൈ സീനിയർ ഓഫീസർ അതാണോ? അല്ല. പിന്നെ ഏതാ ഉത്തരം വരിക? വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടർ, അവരുടെ ക്യാരക്ടർ വെരിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ മുൻകാല അനുഭവം, മുൻകാല ചരിത്രമില്ലേ, അതായത് മുമ്പ് എന്തൊക്കെയായിരുന്നു ആൻറ്റിസിഡൻസ്, അതായത് മുമ്പ് എന്തായിരുന്നു എന്നൊക്കെ പോലീസ് വെരിഫിക്കേഷൻ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് സ്ഥിരപ്പെടുത്തുള്ളൂ കേട്ടോ. എന്തെങ്കിലും കേസുകളുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷമാണ് റെഗുലർ ആക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് പറയണത്. അപ്പം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ അമെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ആൻസറാണ്. അതായത് വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടർ ആൻഡ് പ്രൊബേഷൻ പീരീഡ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ആവശ്യം തന്നെയാണ്. ഇപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് എന്താണ്? വെരിഫിക്കേഷൻ ഓഫ് ക്യാരക്ടർ ആൻഡ് ആൻറ്റിസിഡൻസ് ത്രൂ പോലീസ് വെരിഫിക്കേഷൻ എന്നത് അത്യാവശ്യമാണ്. അടുത്തത്, വാട്ട് ഈസ് ദ മിനിമം ലെവൽ ഓഫ് ഡിസേബിലിറ്റി required for a person to qualify for the 4% റിസർവേഷൻ ഫോർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ്? അതായത് ആ ഒരു കാറ്റഗറിയിൽ പെടാൻ എത്ര ശതമാനം ഡിസബിലിറ്റി ആണ് ആവശ്യമുള്ളതെന്നാണ് ചോദ്യം. 30% ആണോ, 40% ആണോ, 50% ആണോ, 60% ആണോ? എത്ര ശതമാനമാണ് പറയുന്നത്? 40% ആണ് പറയണത് അല്ലേ. 40% ഡിസബിലിറ്റി ഉള്ളവരെയാണ് ആ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തുന്നത്. അടുത്തത് പറയുന്നത്, അണ്ടർ സെക്ഷൻ 83A വിച്ച് പൊസിഷൻ ഈസ് ആൻ എക്സെപ്ഷൻ ടു ദ റിക്വയർമെൻറ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ത്രൂ കേരള PSC. കേരള PSC എക്സംഷൻ കൊടുത്തിട്ടുള്ള പോസ്റ്റ് ഏതാണ്? ഓക്കെ, അക്കൗണ്ടൻ്റ് ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റി ആണോ, ക്ലർക്കാണോ, മാനേജറാണോ? നിങ്ങൾക്കറിയാം. 83A മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കാറ്റഗറി ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റിയാണ്. അവരെയാണ് ഗവൺമെൻറ് നോക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പറയുന്നത്, അക്കോർഡിംഗ് ടു സെക്ഷൻ 83A ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫർണിഷിംഗ് ദ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് ഫോർ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു സൊസൈറ്റീസ് മെൻഷൻഡ് ഇൻ ഷെഡ്യൂൾ 1? ഓക്കെ, ആരാണ് റെസ്പോൺസിബിൾ? ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ, സൊസൈറ്റികളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്താൻ ആർക്കാണ് അധികാരമുള്ളത്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ, PSCക്കാണ് അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, അണ്ടർ വിച്ച് സെക്ഷൻ 70 സബ്സെക്ഷൻ 6 പ്രകാരം വാട്ട് ടൈപ്പ് ഓഫ് കേസസ് മസ്റ്റ് ബി ഡിസൈഡഡ് വിത്തിൻ 1 ഇയർ? ഏതാണ് പറഞ്ഞിരുന്നത്? ക്രിമിനൽ കേസസ് ആണോ, മോണിറ്ററി മാറ്റേഴ്സ് ആണോ, ലാൻഡ് ഡിസ്പ്യൂട്ട്സ് ആണോ, അതോ എംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ഡിസ്പ്യൂട്ട്സ് ആണോ? അപ്പോൾ ഒരു വർഷത്തിനകം 70 സബ്സെക്ഷൻ 6 പ്രകാരമാണ് കേട്ടോ. അത് മോണിറ്ററി മാറ്റേഴ്സാണ് തീർപ്പാക്കേണ്ടത്. ഓക്കെ, അടുത്തത് അണ്ടർ സെക്ഷൻ 73(2)A പ്രകാരം വാട്ട് ഈസ് ദ മാക്സിമം പീരിയഡ് അലൗഡ് ഫോർ കംപ്ലീറ്റിംഗ് വൈൻഡിങ് അപ്പ് പ്രോസസ് ബിഫോർ സീക്കിംഗ് എക്സ്റ്റൻഷൻ? ചോദിക്കാം, പക്ഷേ എക്സ്റ്റൻഷൻ ചോദിക്കാതെയുള്ള കാലാവധി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെത്രയാണ്? 1 ഇയർ, 2 ഇയർ, 3 ഇയർ, 5 ഇയർ. എക്സ്റ്റൻഷൻ ചോദിച്ചാൽ കുറച്ച് നാളുകൂടി കൂടുതൽ കൊടുക്കും. എക്സ്റ്റൻഷൻ ചോദിക്കുന്നതിന് മുമ്പുള്ളതാണ് ചോദിച്ചത് കേട്ടോ. അതെത്രയാണ്? 2 വർഷമാണ് അല്ലേ. അപ്പോൾ അതാണ് പഠിക്കേണ്ടത്. മാക്സിമം പീരിയഡ് അലൗഡ് ഫോർ കംപ്ലീറ്റിംഗ് ദ വൈൻഡിങ് അപ്പ് പ്രോസസ് ഈസ് 2 ഇയേഴ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹൂ ഷാൾ പ്രിസൈഡ് ഓവർ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് അണ്ടർ സെക്ഷൻ 70A? 70A കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് പ്രിസൈഡ് ചെയ്യുന്ന ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. എന്താ ക്വാളിഫിക്കേഷൻ? ഡിസ്ട്രിക്ട് ജഡ്ജ്, മാജിസ്ട്രേറ്റ് ഓഫ് എനി റാങ്ക് ആൻഡ് ഓഫീസർ ഓഫ് ആൻഡ് അബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മാജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് എ സീനിയർ കോപ്പറേറ്റീവ് ഓഫീസർ. അപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഓഫീസർ ഓഫ് ആൻഡ് അബവ് ദ റാങ്ക് ഓഫ് മുൻസിഫ് മാജിസ്ട്രേറ്റ് ഓഫ് ദ ജുഡീഷ്യൽ സർവീസ് ആണ് പ്രിസൈഡ് ചെയ്യേണ്ടത്. എവിടെ? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിൽ പ്രിസൈഡ് ചെയ്യേണ്ടത് എന്ന് ഓർക്കണം കേട്ടോ. അപ്പോൾ അതാണ് 55ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ,
ഇഫ് ദ ലിക്വിഡേറ്റർ കനോട്ട് കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രോസസ് വിത്തിൻ 2 years വാട്ട് മസ്റ്റ് ഹീ ഡു? അപ്പോൾ അദ്ദേഹത്തിന് ലിക്വിഡേറ്റർക്ക് വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ 2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്തു ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക? എന്തു ചെയ്യും? സബ്മിറ്റ് എ റിപ്പോർട്ട് ടു ദ ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. സബ്മിറ്റ് എ റിപ്പോർട്ട് ടു ദ ഗവൺമെൻറ് ത്രൂ ദ രജിസ്ട്രാർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അണ്ടർ സെക്ഷൻ 70 സബ്സെക്ഷൻ 6 ഹൂ ഹാസ് ദ പവർ ടു ഡിസൈഡ് ഡിസ്പ്യൂട്ട്സ് ഇൻ കോപ്പറേറ്റീവ് മാറ്റേഴ്സ്? കോപ്പറേറ്റീവ് മാറ്റേഴ്സിൽ തീരുമാനം എടുക്കാനുള്ള അതോറിറ്റീസ് ആരൊക്കെയാണ്? രജിസ്ട്രാർക്ക് പറ്റുമോ? ആർബിട്രേറ്റർക്ക് പറ്റുമോ? ആർബിട്രേഷൻ കോർട്ടിന് പറ്റുമോ? ആർക്കാണ് പറ്റുക? അപ്പോൾ 2 കൂട്ടർക്കാണ് പറ്റുക അല്ലേ? ആർക്കാ പറ്റുക? ബോത്ത് എ ആൻഡ് ബി. രജിസ്ട്രാർക്കും കൊടുക്കും, ആർബിട്രേഷൻ കോർട്ടും ഡിസ്പ്യൂട്ടുകൾ തീർപ്പാക്കും. പിന്നെ 58ാമത്തെ ക്വസ്റ്റ്യൻ അണ്ടർ വിച്ച് സെക്ഷൻ ഈസ് ദ ടൈം ഫ്രെയിം ഫോർ കംപ്ലീറ്റിംഗ് വൈൻഡിങ് അപ്പ് പ്രൊസീജിയറിനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത്, അതായത് മൈൻ ഫ്രെയിമിൽ പറയുന്നത് ഏത് സെക്ഷനിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 70A, 70 സബ്സെക്ഷൻ 6, 73 ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതായത് 73 സബ്സെക്ഷൻ 2A അങ്ങനെ ഒരു വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് പറയുന്നത്, മുഴുവനായിട്ട് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇഫ് എ ലിക്വിഡേറ്റർ റിക്വയേഴ്സ് മോർ ദാൻ 2 years 2 വർഷത്തിൽ കൂടുതൽ വേണം ടു കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീജിയേഴ്സ് ഹൂസ് പെർമിഷൻ ഈസ് റിക്വയർഡ് ഫോർ ആൻ എക്സ്റ്റൻഷൻ? ഒരു എക്സ്റ്റൻഷൻ ആവശ്യം വരുമ്പോൾ അദ്ദേഹം ആരെയാണ് സമീപിക്കേണ്ടത്? ലിക്വിഡേറ്റർ രജിസ്ട്രാറിനെയാണോ ഗവൺമെൻറ്റിനെയാണോ? ആരെയാണ് സമീപിക്കേണ്ടത്? അതോ ഹൈക്കോർട്ടിനെ സമീപിക്കണോ? കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സമീപിക്കണോ? ആരെ സമീപിക്കുക? ഗവൺമെൻറ്റിനെയാണ് സമീപിക്കുക കേട്ടോ. ഓക്കെ, ഗവൺമെൻറ്റിനെയാണ് സമീപിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഹാസ് ദ പവർ ടു റിമൂവ് ഡിഫിക്കൽട്ടീസ് അണ്ടർ സെക്ഷൻ 106? 106A പറഞ്ഞു. നമ്മൾ 106A ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കുറച്ച് മുമ്പത്തെ നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. 106A എന്താണ് ഡിഫിക്കൽട്ടീസ് റിമൂവ് ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഗവർണർ ഓഫ് കേരള, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ ആർക്കാണ്? തീർച്ചയായിട്ടും ആർക്കാ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അല്ലേ? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണല്ലോ അത് നടപ്പിലാക്കാൻ ചെല്ലുമ്പോൾ, അതായത് ഈ അമെൻമെൻറ്റ് ആക്ട് 2023 നടപ്പിലാക്കാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രതിബദ്ധങ്ങളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ അല്ലെങ്കിൽ ജനറൽ ഓർഡർ പുറപ്പെടുവിക്കണം, എന്നിട്ടത് നടപ്പിലാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കാലാവധിയും കൂടി പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ക്ലാസ് കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പിന്നെ മാത്രമല്ല, നിങ്ങൾ ആ ഒരു ക്ലാസ് ഒന്ന് നന്നായി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ലഭിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് കോപ്പറേറ്റീവിലോടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.